പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ആൺകുട്ടികളും നിങ്ങളുടെ ബ്രദേഴ്സ് അല്ല. അത് ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, വേറെ ആരുമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് മോശം അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും ഇപ്പം അതിനു മാത്രമൊന്നും ഇവിടെ ഒന്നും ചുറ്റിൽ നടക്കണില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല. ഞാൻ പുസ്തകത്തിലും നോവലുകളിലും ഇൻസ്റ്റഗ്രാം പേജിലും മാത്രമേ ഇതൊക്കെ വായിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ സ്വന്തം ലൈഫിൽ ഇതുവരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ തവണ നിങ്ങൾ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോ പറയാൻ കഴിയണം. അതേപോലെ തന്നെ അത് പാരൻസിനോട് തുറന്ന് പറയാൻ കഴിയണം. ഫാദേഴ്സിൻ്റെ അടുത്ത് നിന്ന് പോലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള പെൺകുട്ടികളുണ്ട്. അപ്പോൾ അത് ഉമ്മമാരോടാണെങ്കിലും അത് പറയുക തന്നെ വേണം. കാരണം പിന്നീട് നിങ്ങൾ ഇതും കൊണ്ട് ജീവിച്ചാൽ അത് വേറൊരു കല്യാണത്തിലേക്കോ ആഫ്റ്റർ മാരേജിലേക്കോ പോകുന്ന സമയത്തും നിങ്ങൾക്ക് ആ ഒരു പഴയ ട്രോമ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പണ്ട് എന്നെ ഇങ്ങനെയാണല്ലോ അവർ യൂസ് ചെയ്തിരുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ആ ഒരു അവസ്ഥ ഉണ്ടാവും. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോ ഗേൾസും ഈ ഒരു കാര്യം മനസ്സിലാക്കുക. എല്ലാ ആൺകുട്ടികളും നിങ്ങളുടെ ബ്രദേഴ്സ് അല്ല. കാമക്കണ്ണുകൊണ്ട് നോക്കുന്ന ഒരുപാട് ആൾക്കാർ, ആസ് എ ബോയ് എനിക്കത് പറയാൻ പറ്റും. ഒരുപാട് ആൺകുട്ടികൾ ഇപ്പോഴും പെൺകുട്ടികളെ കാണുന്നത് ആ ഒരു കണ്ണുകൊണ്ട് തന്നെയാണ്. പിന്നീട് നിങ്ങൾക്ക് ചെയ്യാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിന് പുറമെ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോരാടുക, പഠിക്കുക. എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും സ്വന്തം വരുമാനത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വിൽ പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വിഷയത്തിൽ സംസാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.